നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വൈറലായത് എന്താണെന്നറിയോ? OTA, KTA എന്നുള്ള ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗാനം, ഒരു പാട്ട്, ഒരു പാരഡി പാട്ട്. പൂർണ്ണമായും പാരഡി പാട്ടെന്ന് പറയാൻ പറ്റില്ല. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ആ പാട്ടിന്റെ വിഖ്യാതമായ എന്താ പറയുക, അടിപൊളി പാട്ടാണ്. ആ പാട്ടിന്റെ ഏകദേശം ചുവട് പിടിച്ചുകൊണ്ട് OTA, KTA, സ്വർണ്ണക്കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ട് കൊടൂര വൈറലായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആ പാട്ടിനെ കൂടി ഒരാളെ വിവാദമാക്കാൻ നോക്കാണ്. ആ പാട്ടിലെ അയ്യപ്പൻ എന്ന പ്രയോഗം എടുത്ത് കളയണമെന്നും അത് അയ്യപ്പനെ അവഹേളിക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. ചെറിയൊരു വീഡിയോ ശേഖരം കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതില്ലേ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കമ്മീഷണർ, ഇവരെല്ലാം അകത്ത് കിടക്കുക. പോറ്റിയായാലും മറ്റാരായാലും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി, തട്ടിപ്പിനുമൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച കൂട്ടത്തിൽ അത് പുതിയൊരു ഗാനം കൂടെ കയറി വന്നു. അപ്പോൾ അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചോ അതൊരിക്കലും അവർ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഈ പാട്ട് പാടുന്നതിന് അറിയാം, അതിനകത്തെല്ലാം അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അയ്യപ്പൻ്റെ പേര് അതിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഇവർ പാരഡി ഗാനമോ ഏത് ഗാനമോ എന്തും അവരെടുക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. രാഷ്ട്രീയപരമായിട്ട് എന്തും ചെയ്തോട്ടെ, അതും നമ്മുടെ വിഷയമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ നാട്ടിലെ വിവിധ മതസ്ഥരില്ലേ? ഇവിടെ ക്രിസ്തു മതത്തിലുള്ള യേശുദേവനെയോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള നബി ദേവനെയോ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് അവഹേളിച്ച് ഇതേ രീതിയിലൊരു പാട്ടുണ്ടാക്കാൻ ഇവന്മാർക്ക് ആർക്കെങ്കിലും തയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയട്ടെ, ആ രീതിയിൽ കൂടെ ഈ പാട്ട് ആ രീതിയിൽ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു പാരഡി ഗാനം കൊണ്ടൊന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ അറിയാം ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വികാരം ഉണ്ടാകുമെന്ന്. ഇത് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്ന ആളിന് നമുക്കറിയാമല്ലോ, സ്വർണ്ണക്കൊള്ളയും ബാക്കി കാര്യങ്ങളുമായിട്ട് ഇനി നാട്ടാനൊന്നുമില്ല. ആ രീതി മാറിക്കഴിഞ്ഞു. എല്ലാം രാഷ്ട്രീയക്കാരായാലും ഏത് വ്യക്തികളായാലും അവർക്കൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ അയ്യപ്പ ഭക്തന്മാരെന്നുള്ള രീതിയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് അവിടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ അവസരത്തിൽ ഇതേ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അയ്യപ്പനെ വെച്ചുകൊണ്ടൊരു പാരഡി ഗാനം ഉണ്ടാക്കി നാട് മുഴുവൻ പ്രചരിപ്പിക്കും. അത് കേരളത്തിലെ MP-മാർ പോയി പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇത് ഭക്തസംഘടനകളുമായിട്ട് ഇത് ആലോചിക്കേണ്ടതാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ചിന്ത ഉണ്ടാകുന്നതെങ്കിൽ ഇതിനെതിരെ അവർ പ്രതികരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അയ്യപ്പൻ എന്ന പേരാണ് താങ്കൾക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ ശബരിമല ശാസ്താപന മാത്രമല്ല അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ മലയാളികൾ ഒരുപാട് പേർക്ക് അയ്യപ്പൻ എന്ന് പേരുണ്ട്. ആ അയ്യപ്പൻ എന്ന പേരുള്ള എല്ലാവരും ക്രിമിനലാണെന്ന് പറയാൻ പറ്റൂല. കുറച്ചുപേർ, വിരലിലെണ്ണാവുന്ന ഏതാനും പേർ ക്രിമിനലുകൾ, കൊടൂര ക്രിമിനലുകളായിട്ട് ഉണ്ട്. അതിൽ ഒരാളെ നിങ്ങൾക്ക് തിരയാം. അപ്പോ അയ്യപ്പൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഒന്ന് തിരഞ്ഞാൽ മതി, ഒരു കേസ് കിട്ടും. അതായത് 2021 മാർച്ചിൽ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞ, ആറ്റിങ്ങൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്ത കേസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി ആറ്റിങ്ങൽ അയ്യപ്പൻ അറസ്റ്റിലായി. 16 കൊല്ലമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുങ്ങിയ അയ്യപ്പനെ കോട്ടയം പൊൻകുന്നത്തുള്ള ഒളിസങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. കൊലപാതകം, വധശ്രമം, മോഷണം. കുപ്രസിദ്ധനായ ഗുണ്ടാ തലവൻ അങ്ങനെ 16 വർഷങ്ങൾക്കിപ്പുറം പോലീസ് വലയിൽ കുടുങ്ങി. എന്താണ് ആ കേസ് എന്നുള്ളത് എന്റെ മാന്യ സഹോദരനെ തിരയണം. പിന്നെ വേറെ കേസുള്ളത് മൃഗങ്ങളെ മൃഗത്തെ ആക്രമിച്ചു എന്ന ലെവലിൽ. ഏത് ലെവലിലാണ് ആക്രമിച്ചതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് അയ്യപ്പന് ചിലപ്പോ ക്ഷീണം തട്ടും. അതുകൊണ്ട് യഥാർത്ഥ അയ്യപ്പൻ ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അയ്യപ്പൻ കേസുകൾ എന്റെ മുന്നിലുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പൻ എന്ന പേരിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളെല്ലാം ക്രൈം ചെയ്യുന്നത് കൊണ്ട്, കുറ്റകൃത്യം ചെയ്യുന്നത് കൊണ്ട്, അഥവാ വളരെ മോശം, വളരെ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആരുടെയെങ്കിലും പേര് അയ്യപ്പൻ എന്നുള്ളത് മാറ്റണമെന്ന് താങ്കൾ ആവശ്യപ്പെടും. ഇവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം കേവലം ഹാസ്യം മാത്രമാണ്, അവഹേളനം കൂടിയല്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു പദം ആർക്കും ഉപയോഗിക്കാൻ പാടില്ലെന്നാണോ? ഇനി താങ്കൾ പറഞ്ഞു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർക്ക് അങ്ങനെ ഇടാൻ പറ്റുമെന്ന്. മുഹമ്മദ് എന്ന് പേരുള്ള കള്ളന്മാർ ഒരുപാടില്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേര് ചേർത്തുകൊണ്ട് മറ്റു പേരുകളൊക്കെ ചേർത്ത് വിളിക്കുന്ന രണ്ട് പേരുകൾ ചേർത്ത് വിളിക്കുന്ന എത്ര കള്ളന്മാരുണ്ട് ഇല്ലേ? ഒരുപാട് കള്ളന്മാരില്ലേ? ആരെങ്കിലും അവരുടെ പേര് മാറ്റണമെന്ന് പറയുന്നുണ്ടോ? ഇനി ക്രിസ്ത്യാനികൾ കോട്ടയത്തെ പ്ലാന്റർ ആയിട്ടുള്ള ഗുണ്ടയെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രിസ്ത്യാനി പേരായിരിക്കും. അങ്ങനെ ക്രിസ്ത്യാനി പേര് കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നേ പറ്റുള്ളൂ. ഇവിടെ ശബരിമല കൊള്ള, ശബരിമലയിലെ വാതിൽക്കട്ട എടുത്തുകൊണ്ട് പോയത്, വാതിൽപ്പുഴ എടുത്തുകൊണ്ട് പോയത്, ദ്വാരപാലക ശില്പങ്ങൾ എടുത്തുകൊണ്ട് പോയത്, ചുമരിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, മച്ചിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, ഓടിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്,
പിന്നെ എന്താണ് യോഗദണ്ഡില് അതുപോലെ മണികള് ഒക്കെ സർവ്വതും എടുത്തുകൊണ്ട് പോയത്. ഇനി ധർമ്മശാസ്താവ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അവിടെ വെച്ചേക്കുന്ന അറിയില്ല. അത്രത്തോളം രൂക്ഷമായ കൊള്ള അവിടെ നടന്നിട്ടൊന്നും ഈ രീതിയിലുള്ള ഒരു പ്രതികരണം കണ്ടില്ല. അപ്പൊ ഇവിടെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആള് വേറെ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ദുരുദ്ദേശമുണ്ട്. ഇവിടെ സത്യത്തിൽ ഈ പാട്ട് അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടതാണ്, അല്ലെങ്കിൽ അയ്യപ്പനെ സേവ് ചെയ്തുകൊണ്ടാണ്, അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ശബരിമലയിലെ സകല സ്വർണം എടുത്തോണ്ട് പോയത് ഇന്നരാണ് അയ്യപ്പ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടുത്തെ സഖാക്കളാണ് ഈ ശബരിമലയിൽ സ്വർണം എടുത്തോണ്ട് പോയത് എന്ന് അയ്യപ്പനോട് പറയുന്നതിൽ എന്താ കുഴപ്പം? അതിൽ എവിടെയാണ് അവഹേളനം ഉള്ളത്? സഖാക്കളാണ് അയ്യപ്പ, എവിടെയാണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം എന്ന് പറയണം. അതായത് സ്വർണം കെട്ടത് സഖാക്കളല്ലേ, സത്യമല്ലേ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പാട്ട് വന്നതിൽ ഒരു ചൊറിച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ ആണ്. അതിന് ക്രിസ്ത്യാനിയും മുസൽമാനും കൂടെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സിനിമകളിൽ, പണ്ടത്തെ സിനിമകൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ദാദ ഗുണ്ട എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പേരുകാരനായിരിക്കും. എന്താ അതിന് കാരണം? അതിന് റീസൺ ഉണ്ട്. കാര്യം ഉത്തരേന്ത്യയില് അതുപോലുള്ള കേന്ദ്രങ്ങൾ അടക്കി വാഴുന്നവരുടെ പേര് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു ഗുണ്ടയുടെ പേര് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിം പേര് കൊടുക്കും. അതിലൂടെ മുസ്ലിങ്ങൾ ആരെങ്കിലും ചൊറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു ഗുണ്ട എന്നുമ്പോൾ അങ്ങനെയാണ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തെ ഒരു ഗുണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു മുസ്ലിം പേര് വരില്ല, അവിടെ ഒരു ക്രിസ്ത്യൻ പേര് വരും. പക്ഷെ ഒരു ഹിന്ദു നാമത്തിൽ ഗുണ്ടകൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ വളരെ വളരെ റെയറാണ്. ഈ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും കള്ളക്കടത്തുകാർ. ഏത്? ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ. അവർക്കൊന്നും ഒരു ചൊറിച്ചിലുമില്ല. അതായത് സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ ആരും ഒന്നും പറയുന്നില്ല. ഏതെങ്കിലുമൊക്കെ പേര് ഉപയോഗിക്കേണ്ട. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ അല്ലേ ഇവിടെ ഉള്ളൂ. അല്ലാതെ യുക്തിവാദികളോ അല്ല വേറെ ഏതെങ്കിലും വകുപ്പിൽപ്പെട്ട എത്ര പേരാ ഉള്ളത്? അവരുടെയും പേരുകൾ ഏതെങ്കിലും ഒന്ന് തന്നെയാ. മനസ്സിലായില്ലേ? അയ്യപ്പന്റെ പേരുള്ള യുക്തിവാദി എത്ര പേരുണ്ടാവും? അവർ തന്തേ തള്ളയെ അതാണ് പേരിട്ടത് എന്നുകൊണ്ട് അയാൾ അയ്യപ്പനെ ഭജിക്കുകയോ ശബരിമല പോകുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എത്ര യുക്തിവാദികൾ ഉണ്ടാവും ഇവിടെ നോക്കുകയാണെങ്കിൽ, ഈശ്വര വിശ്വാസം ഇല്ലാത്തവര്. ഇനി വേണമെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും പേരാണ് പറഞ്ഞത്, അവരുടെ യുക്തിവാദികളാണ് താൻ പറഞ്ഞത് എന്ന് ഈ പാട്ടെഴുതിയാളിന് വാദിച്ചൂടെ? അപ്പൊ ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഇതൊരു നല്ല ഉദ്ദേശമല്ല, ഒരു വ്യാജ ഉദ്ദേശമാണ്. അതായത് ശബരിമല ഇത്രയും വലിയ കൊള്ള നടന്നപ്പോ ആ കൊള്ള വളരെ സിമ്പിളായി ഒരു പാട്ടിലൂടെ പറഞ്ഞപ്പോ കേരള ജനത അത് ഏറ്റെടുത്തു, ലോകമെമ്പാടും അത് എത്തി. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ ഈ കണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഒരൊറ്റ പാട്ട് കൊണ്ട് ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശബരിമലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയല്ലേ? ഇവിടെ ഈ സ്വർണം മുഴുവൻ കട്ടത് സഖാക്കളല്ലേ, അല്ലെങ്കിൽ സഖാക്കൾ ചുമതലപ്പെടുത്തിയവരല്ലേ? അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന സഹാക്കന്മാരും അവര് ഏർപ്പെടുത്തിയവരും മറ്റുള്ളവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോ, മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോ അത് എടുത്തുകൊണ്ട് പോയത് ഇവിടുത്തെ സഖാക്കളാണ് എന്ന് പറയുമ്പോൾ, അത് എടുത്തുകൊണ്ട് പോയത് ഇവിടുത്തെ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുരുപൊട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ആ പിന്നിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഏതായാലും മുന്നിൽ നല്ല ഉദ്ദേശമല്ല എന്ന് തന്നെയാണ് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.